പ്രിയരെ, നമസ്കാരം. ഇന്നൊരു പഴയ കഥയാണ് നാം കേൾക്കാൻ പോകുന്നത്. വളരെ പണ്ട് നടന്നതെന്ന് പറയപ്പെടുന്ന കഥ. കഥയിലെ കേന്ദ്ര കഥാപാത്രം ഒരു പാമ്പാണ്. നമ്മിൽ പലരും ഇക്കഥ കേട്ടിട്ടുണ്ടാകാം. ഇന്ത്യയും പാമ്പും തമ്മിലുള്ള ബന്ധം പണ്ടുപണ്ടേയുള്ളതാണ്. കുറച്ചു വർഷങ്ങൾ പിന്നിലേക്കൊന്ന് നോക്കിയാൽ ധാരാളം പാമ്പുകളും പാമ്പാട്ടികളും ഉണ്ടായിരുന്നു നമുക്കിവിടെ. നമ്മുടെ സംസ്കാരത്തിലും പാമ്പിന് അഭേദ്യ ബന്ധമാണ് ഉള്ളത്. കഥ ഇതൊന്നുമല്ല കേട്ടോ. ഈ പാമ്പ് ഭയപ്പെടുത്തുന്നവനും ഏറെ വിഷമുള്ളവനുമായിരുന്നു. ഒരിക്കൽ അവൻ നാട്ടിലിറങ്ങി. മനുഷ്യരെ കണ്ടാലുടനെ ശക്തമായി അവൻ ചീറ്റുമായിരുന്നു. പരിണിത ഫലമോ, ആരും വീട് വിട്ട് പുറത്തിറങ്ങാതായി. കൃഷിഭൂമികളിൽ കർഷകർ എത്താതായി. വിളകളെല്ലാം നശിക്കാൻ തുടങ്ങി. ഭയം മാത്രമല്ല, പട്ടിണിയും ആ പാവം ഗ്രാമവാസികളെ കാർന്നു തിന്നാൻ തുടങ്ങി. മാർഗങ്ങൾ പലതും അവരാരാഞ്ഞു. ഒന്നും ഫലവത്തായില്ല. ഒടുവിലാണ് അടുത്തൊരു ഗുഹയിൽ അഗാധ ധ്യാനത്തിൽ ഒരു ദിവ്യ പുരുഷനുണ്ടെന്ന് അവർ കേട്ടത്. ഗ്രാമീണവാസികൾ ഒന്നടങ്കം അദ്ദേഹത്തോട് പ്രശ്നപരിഹാരത്തിനായി അപേക്ഷിച്ചു. എന്നാൽ ധ്യാനത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ മിഴി തുറന്ന അദ്ദേഹം കൂപ്പുകൈകളുമായി നിൽക്കുന്ന ഗ്രാമീണരെ കണ്ടു. അദ്ദേഹം ചോദിച്ചതിനും ചോദിക്കാത്തതിനും അവർ ഉത്തരം പറഞ്ഞു. ആ ഗുഹാവാസി തീരുമാനിച്ചു, പാമ്പിനെ ഒന്ന് നേരിൽ കാണുക തന്നെ. അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. നാട്ടുകാർ ഒന്നടങ്കം അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. പകൽ വെളിച്ചത്തിൽ ഒരു വടവൃക്ഷ ചുവട്ടിൽ ചുരുണ്ടു കിടക്കുകയായിരുന്ന പാമ്പ് അവരെ കണ്ട് ചീറ്റി അടുത്തു. ഭയന്ന് വിറച്ച ഗ്രാമവാസികളാകട്ടെ പ്രാണരക്ഷാർത്ഥം പറന്നു. എന്നാൽ ഗുഹാവാസി മാത്രം അവിടെ നിന്ന് അനങ്ങിയില്ല. പാമ്പ് അദ്ദേഹത്തെ നോക്കി ഒന്ന് ചീറ്റി. അദ്ദേഹം അപ്പോൾ ഒന്ന് മന്ദഹസിച്ചു. എന്താ നീ ഇങ്ങനെ ചീറ്റുന്നത്? വരൂ, എന്റെ അടുത്തേക്ക് വരൂ. അദ്ദേഹം സ്നേഹപൂർവ്വം ആ പാമ്പിനെ ക്ഷണിച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് പാമ്പാണ്. കല്ലും വടിയുമായി വരുന്നവരെ മാത്രം കണ്ട് ശീലിച്ച പാമ്പ് ആദ്യമായാണ് ഒരു സ്നേഹസ്വരം കേട്ടത്. സൗമ്യതയോടെ അത് പത്തി താഴ്ത്തി അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. തറയിലിരുന്ന് അദ്ദേഹം അപ്പോൾ ആ പാമ്പിനോട് പറഞ്ഞു, നിന്റെ വിഷവും പത്തിയുമെല്ലാം ഈ ഗ്രാമീണരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അവർ പാവങ്ങളാണ്. നീ അവരെ ഉപദ്രവിക്കരുത്. പാമ്പ് ആ ഉപദേശം ചെവിക്കൊള്ളാൻ തീരുമാനിച്ചു. പാമ്പായിരുന്നിട്ടും അതിന് തോന്നി, ഇനി പഴയതുപോലെ ജീവിക്കുകയല്ല വേണ്ടത്, പുതിയൊരു ജീവിതം തുടങ്ങണം. മര്യാദാ സർപ്പമായി ആ പാമ്പ് ആ വടവൃക്ഷ ചുവട്ടിലേക്ക് മടങ്ങി. ഗുഹാമനുഷ്യൻ സ്വന്തം ഗുഹയിലേക്കും. ഇതെല്ലാം അകലെ നിന്ന് കണ്ടുനിന്ന ചില ഗ്രാമീണർക്ക് അവിടെ പറഞ്ഞതെന്തെന്ന് മനസ്സിലായില്ല. എന്നാൽ പാമ്പ് ശാന്തസ്വരൂപനായി മടങ്ങുന്നത് അവർ കാണുകയും ചെയ്തു. നാട്ടുകാർ വീട്ടുതടങ്കലുകളിൽ നിന്ന് പുറത്തിറങ്ങി. വയലുകളൊക്കെ കത്തിക്കരിഞ്ഞിരിക്കുന്നു. അവർ വീണ്ടും കഠിനാധ്വാനം തുടങ്ങി. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തേ പറ്റൂ. അവർക്കിപ്പോൾ പാമ്പിന്റെ ശല്യവുമില്ല, ഭയവും ഇല്ല. ആ ഇടയ്ക്ക് ഒരു നാൾ ആ ഗുഹാമനുഷ്യൻ ഗ്രാമത്തിലൂടെ കടന്നുപോയി. വഴിവെക്കിലെ വൃക്ഷച്ചുവട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ദാരുണമായി മുറിവ് പറ്റി പിടയുകയാണ് ആ പഴയ പാമ്പ്. കരുണയോടെ അദ്ദേഹം അതിനെ സമീപിച്ച് ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? വേദനയിലും അദ്ദേഹത്തെ വണങ്ങി ആ പാമ്പ് പറഞ്ഞു, ഞാൻ അങ്ങയെ അനുസരിച്ചതിന്റെ ഫലം. ഇപ്പോൾ ആരും എന്നെ ഭയക്കാറില്ല. പകരം അവർ കല്ലെടുത്ത് എറിയുമെന്നെ, വടികൊണ്ട് തല്ലുമെന്നെ, വാലിൽ പിടിച്ച് ചുഴറ്റുകയും ചെയ്യും. ആർക്കും ദോഷം ചെയ്യരുതെന്ന് കരുതി ഞാനെല്ലാം സഹിക്കും.
അദ്ദേഹത്തിനപ്പോൾ ആ പാമ്പിനോട് കരുണയും സഹതാപവും തോന്നി. വേദനിക്കുന്ന മുഖത്തോടെ അദ്ദേഹം പറഞ്ഞു പാമ്പിനോട്, എല്ലാം സഹിക്കുക എന്നതല്ല മര്യാദ, പ്രതികരണമേ ഇല്ലാതിരിക്കുക എന്നതുമല്ല മര്യാദ. ആരെയും ഉപദ്രവിക്കാതിരിക്കുന്നത് സംശയമില്ല നന്മ തന്നെയാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിനു നേരെ അപകടം അടുത്തു വരുമ്പോൾ ഒന്ന് ചീറ്റാമായിരുന്നില്ലേ നിനക്ക്? അതാരെയും കൊല്ലാനല്ല, നിന്റെ സ്വയരക്ഷയ്ക്ക് എങ്കിലും. സ്വയം രക്ഷിക്കുന്നതും മര്യാദയുടെ ഭാഗം തന്നെയാണ്. മര്യാദയുള്ളയാൾ മരിച്ചു കിടക്കുന്ന ഒരാളെ പോലെ ആകരുത്. സ്വജീവിതത്തിന്റെ മാന്യതയും ഏറെ വിലപ്പെട്ട മര്യാദയാണ്. ഇത് കേൾക്കെ തന്റെ നോവിനുള്ളിലും പഴയ പ്രതാപസ്മരണയിൽ ആ പാമ്പ് ഉയർന്നു പത്തി വിടർത്തി നിന്നു. ഏവർക്കും നമസ്കാരം.